ഹായ്, ഗുഡ് മോർണിംഗ് എവരിബഡി. ഇന്ന് ആഗസ്റ്റ് 15 മാതാവിൻ്റെ സ്വർഗാരോഹണ തിരുനാൾ ആഘോഷിച്ചുകൊണ്ടിരിക്കുന്ന ഈ വേളയിൽ ഇന്ന് എനിക്ക് കിട്ടിയ വചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കുകയാണ്. ഞാനിന്ന് ഇപ്പോൾ ഈ വീശറി നിങ്ങൾ കണ്ടിട്ടുണ്ടാവും. ഈ വീശറി എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഇതിലൊരു വചനം എഴുതി വച്ചിട്ടുണ്ട്. ഇത് പാലൂർ പള്ളിയിലത്തെയാണ്. ഇതിലെഴുതിയിട്ടുള്ള വചനം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ഉദ്ദേശിക്കുന്നു. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെയുണ്ട്. ഏശയ്യ 13-ാം അധ്യായം 4 മുതൽ 5 വരെയുള്ള വാക്യമാണ്. എന്താ പ്രത്യേകത എന്നുണ്ടെങ്കിൽ, ഞാനിടയ്ക്ക് കറണ്ട് പോയി കഴിഞ്ഞാൽ ഇത് വീശാനെടുക്കും. ഇത് വീശാനെടുക്കുമ്പോൾ ഈ വചനം പല ആവർത്തിച്ച് നമ്മൾ വായിക്കാനിടയാവുകയാണ്. നമ്മുടെ മനസ്സിൽ അത് ഹൃദ്യസ്ഥമാക്കാൻ പറ്റും. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ആർക്കാം? ദൈവത്തിന്. നമ്മളോട് ഓരോരുത്തരോടും പറയണത് അതാ. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. നമ്മൾ ഓരോ പ്രശ്നങ്ങളിലൂടെ കടന്നു പോകുമ്പോൾ ഒരു വചനം എടുത്ത്, ഇപ്പം നമ്മുടെ അടുത്തൊക്കെ നമ്മുടെ കൂട്ടുകാരന്മാരൊക്കെ ഇടയ്ക്ക് വന്ന് എന്നോട് പറയാറുണ്ട്, ഒരു വചനം എടുക്കൂ എന്നൊക്കെ പറയും. എല്ലാ വചനങ്ങളും നല്ലത് തന്നെയാണ്. അപ്പം നമുക്ക് ഈ വചനം എടുക്കുമ്പോൾ നമുക്കൊരു ശക്തി കിട്ടും. ഒരു വചനം മതി ഒരാളെ മാറ്റിമറിക്കാൻ. അതെന്താണെന്ന് നമ്മൾ വിചിന്തനം ചെയ്യുകയാണ്. അതായത് നമ്മൾ പ്രത്യേകം പറയുന്നുണ്ട്, ആദിയിൽ വചനമുണ്ടായിരുന്നു എന്ന് പറയുന്നുണ്ട്. ആ വചനം ദൈവമായിരുന്നു. നമ്മൾ കേൾവിയിലൂടെയാണ് മനസ്സിലാക്കുന്നത്. കുറച്ച് ഡീപ്പായിട്ട് ചിന്തിച്ചാലാണ് ഇപ്പം ഞാനീ പറയണത് മനസ്സിലാവുള്ളൂ. ആത്മീയത എന്ന് പറയുമ്പോൾ അതിന് പല തലങ്ങളുണ്ട്. അപ്പോൾ ഞാൻ ഈ വചനം ഒന്നുകൂടി പറയുകയാണ്. നീ എനിക്ക് വിലപ്പെട്ടവനും ബഹുമാന്യനും പ്രിയങ്കരനുമാണ്. ഭയപ്പെടേണ്ട, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്. അതെ, ഇപ്പം ദൈവം ഈ വചനം എടുക്കുമ്പോൾ പറയാണ്, ഞാൻ നിന്നോട് കൂടെ ഉണ്ട്, നീ ഭയപ്പെടേണ്ട കാര്യമില്ല. ഞാൻ വീട്ടിലൊറ്റയ്ക്കാണ്. എന്നോടിപ്പോൾ ദൈവം പറയണം, ഞാൻ നിൻ്റെ കൂടെ ഉണ്ട്, നീ ഭയപ്പെടണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഞാൻ ഭയപ്പെടേണ്ട കാര്യമുണ്ടോ? നമ്മളെല്ലാവരും വ്യക്തിപരമായിട്ട് പറഞ്ഞു കഴിഞ്ഞാൽ ഒറ്റയ്ക്കാണ് എല്ലാവരും. നമ്മൾ ഈ ലോകത്തിലേക്ക് വന്ന ഒറ്റയ്ക്കാണ്. നമ്മൾ ഈ ലോകത്തു നിന്ന് പോകേണ്ടതും ഒറ്റയ്ക്കാണ്. അപ്പം അതുകൊണ്ട് അഹങ്കരിക്കേണ്ട കാര്യമില്ല എന്ന് കൂടി പറയുകയാണ്. അപ്പം അതേപോലെ തന്നെ നമ്മൾ ഒരു ആത്മവിശ്വാസം നഷ്ടപ്പെടുന്ന സമയങ്ങളിൽ, അല്ലെങ്കിൽ ഇപ്പം എന്തെങ്കിലും ട്രാജഡികൾ നടക്കുന്ന സമയത്ത് നമ്മളിപ്പോൾ പറയില്ലേ, എന്തെങ്കിലും ഒരു വിഷയം നമ്മുടെ വീട്ടിലുണ്ടായി, നമുക്കത്രയും ബന്ധപ്പെട്ടവർക്കുണ്ടായി എന്ന് പറയുമ്പോൾ നമ്മൾ പെട്ടെന്ന് ടെൻഷൻ അടിക്കും. പ്രാർത്ഥിക്കാം. കാരണം പ്രാർത്ഥിച്ചാൽ മാറുന്ന കാര്യങ്ങളെ പ്രാർത്ഥിക്കുക.
പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുന്ന കാര്യങ്ങളാണ് പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കുക. എല്ലാവർക്കും അറിവ് ഒരേപോലെ ആയിരിക്കില്ല. എല്ലാവരുടെയും വ്യത്യസ്തമായിട്ടുള്ള അറിവുകളായിരിക്കും. അത് സമാധാനപരമായി നമുക്ക് ഒരാളോട് ഒരു കാര്യം പറഞ്ഞ് മനസ്സിലാക്കി കൊടുക്കാൻ പറ്റും. നമ്മുടെ തലച്ചോറ് തന്നെയാണ് ഇതുമായി ബന്ധപ്പെട്ട് പോകുന്ന കാര്യങ്ങൾ. അതായത് നമ്മൾ അതിൽ കൂടെയാണ് ഈ നമ്മുടെ ബോഡി മൊത്തം വർക്ക് ചെയ്യുന്നത്. അപ്പോൾ അതുകൊണ്ട് നമ്മൾ ടെൻഷൻ അടിക്കുക. അല്ല, ഇപ്പം ഞാൻ തന്നെ പറയാറുണ്ടല്ലോ, ഞാൻ മദ്യപാനിയായിരുന്നു, ഞാനൊരു മാനസികമായിട്ട് കുറച്ച് പ്രശ്നങ്ങളൊക്കെ ഉണ്ട്. അതിൽ നിന്നൊക്കെ എനിക്ക് നമ്മുടെ തമ്പുരാൻ, എൻ്റെ ഇപ്പോൾ പറയുന്ന പോലെ എൻ്റെ അപ്പച്ചനില്ല, അപ്പോൾ ഞങ്ങളവിടെ പറയണ പോലെ എൻ്റെ അപ്പച്ചൻ ദൈവം എനിക്ക് അതിൽ നിന്നൊക്കെ ഒരു മോചനം തന്നു. ഇന്നിപ്പോൾ ഇവിടെ ജീവിച്ചിരിക്കുന്നു. ദൈവത്തിന് നന്ദി പറയുന്നു. ഓക്കെ.